നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFിലെ ലീഗ് സ്വതന്ത്രൻ LDFിന് വോട്ട് ചെയ്തു. LDF വിജയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 141 സ്ഥാപക ദിനം കരിമത്ര കോൺഗ്രസ് കമ്മിറ്റി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മാടക്കത്ര കിഴക്കുമുറി കർമ്മ സ്വയം സഹായ സംഘം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. പീച്ചി അമ്പലക്കുന്ന് പ്രദേശത്ത് കടുവയെ കണ്ടതായി ഏകലവൻ എന്ന യുവാവ്. വനപാലകർ സ്ഥലത്ത് അന്വേഷണം നടത്തി. വാർത്തകൾ വിശദമായി. പിന്താങ്ങിയത് UDFിനെ, വോട്ട് ചെയ്തത് LDFിന്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFിന് അട്ടിമറി വിജയം. UDFിലെ ലീഗ് സ്വതന്ത്രൻ LDFിന് വോട്ട് ചെയ്തു. തളി ഡിവിഷനിൽ നിന്നുള്ള UDFിലെ ലീഗ് സ്വതന്ത്രൻ ജാഫർ മാഷാണ് LDFിന് വോട്ട് ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF 7, LDF 7 എന്നിങ്ങനെ തുല്യനിലയിലായിരുന്നു കക്ഷിനില. നറുക്കെടുപ്പിലൂടെ വിജയിയെ നിശ്ചയിക്കേണ്ടി വരുമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പിലാണ് ഈ അപ്രതീക്ഷിത അട്ടിമറി. LDFിന് 8ഉം UDFിന് 6ഉം ലഭിച്ചു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPIയിലെ ശ്രുതി ലാലുവിനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിന്റെ 141 സ്ഥാപക ദിനം വിപുലമായി ആഘോഷിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 141 സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കരിമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമത്ര മഹാത്മാ സ്ക്വയറിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് മാടവര കോൺഗ്രസ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന സ്ഥാപക ദിനാഘോഷം കേക്ക് മുറിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ അൽഫോൺസ ഫ്രാൻസിസ്, സന്തോഷ് എറക്കാട്ട്, NM വിനീഷ്, ജെയിംസ് കുണ്ടുകുളം, A ബഷീർ, ഷഹന നൌഷാദ് എന്നിവർ സംസാരിച്ചു. ജസ്റ്റിൻ പാണേങ്ങാടൻ, KC സെബാസ്റ്റ്യൻ, ബേബി അറക്കൻ, AB ആഷിഖ്, TD ചാക്കോ, ജോൺസൺ പുലിക്കോട്ടിൽ, AY നൌഷാദ്, PT വർഗീസ്, SA ബഷീർ, സുന്ദരൻ, AT ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 141 സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം, സ്വതന്ത്ര ഇന്ത്യയുടെ കാലത്ത് ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച രാജ്യത്തെ മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 141 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഈ 141 സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കരിമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പതാക ഉയർത്തലും തുടർന്ന് കേക്ക് മുറിക്കലും നടത്തുന്ന ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ജയ് നാഷണൽ കോൺഗ്രസ്. മാടക്കത്ര കിഴക്കുമുറി കർമ്മ സ്വയം സഹായ സംഘം 12ാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് CN രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MG മനോജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘത്തിലെ മുതിർന്ന വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ KP പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് ബാബു, KG അനൂപ്, ശ്രീനിവാസൻ കുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. VN ബാബി സ്വാഗതവും BK രാമകൃഷ്ണ പ്രസാദ് നന്ദിയും പറഞ്ഞു. കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനിയും നിങ്ങൾ ഒത്തിരി പ്രവർത്തനങ്ങൾ മറ്റേ ആയുർവേദ ആശുപത്രി മാത്രമല്ല, നമ്മുടെ ഒത്തിരി പ്രവർത്തനങ്ങൾ ഇനി നടത്തേണ്ടതുണ്ട്. നമ്മുടെ നാടിനെ സംബന്ധിച്ചും നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്കും നിങ്ങളുമായി സഹകരിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കാം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആലോചിച്ച് നല്ല പൊങ്ങണങ്കാട് ഇടവക ദേവാലയത്തിലെ നടവാതിൽ കൂദാശ കർമ്മം മാർട്ടാണി നിലങ്കാവിൽ നിർവഹിച്ചു. ഇടവകയിലെ നവീകരണത്തിന്റെ ഭാഗമായി പ്രധാന വാതിലിന്റെ കൂദാശ കർമ്മം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർട്ടാണി നിലങ്കാവിൽ നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോബി ചുള്ളിക്കാട് കാർമ്മികത്വം വഹിച്ചു. ഇടവക അംഗം ഫാദർ ജോസഫ് അരിക്കാടൻ, ബ്രദർ നിതിൻ വെള്ളറ, മദർ, പള്ളി നവീകരണ കൺവീനർ രാജു മണ്ണൂർ, കൈക്കാരന്മാർ, നവീകരണ കമ്മിറ്റി അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പ്രധാന കവാടം ഇപ്പോൾ സ്ഥാപിക്കപ്പെടുന്ന ഈ നിമിഷത്തിൽ കർത്താവേ, അവിടുന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ഈ പരിശ്രമങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രമിച്ച ഞങ്ങളുടെ പിതാവേ, പീച്ചി അമ്പലക്കുന്ന് പ്രദേശത്ത് കടുവയെ കണ്ടതായി ഉറപ്പിച്ചു പറഞ്ഞ് +1 വിദ്യാർത്ഥി പീച്ചി തെക്കേക്കുളം സ്വദേശി ഏകലവ്യൻ. കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ പീച്ചി പള്ളിയിലെ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്ന യുവാവാണ് തുണ്ടത്ത് ഭഗവതി ക്ഷേത്രം കഴിഞ്ഞ് വളവിലെ ഇറങ്ങി വരുന്ന സമയത്ത് മുരൾച്ച കേൾക്കുകയും തുടർന്ന് നോക്കിയപ്പോൾ റബ്ബർ തോട്ടത്തിൽ കടുവ നിൽക്കുന്നത് കണ്ടത്. തന്നെ കണ്ടതും പെട്ടെന്ന് റബ്ബർ തോട്ടത്തിനുള്ളിലേക്ക് തിരിഞ്ഞു എന്നും താൻ പുറകോട്ട് ഓടുകയും ചെയ്തുവെന്നും ഇപ്പോഴും ഭയം മാറിയിട്ടില്ലെന്നും കടുവയെ വ്യക്തമായി കണ്ടുവെന്നും +1 വിദ്യാർത്ഥിയായ ഏകലവ്യൻ പറഞ്ഞു. തുടർന്ന് പ്രദേശവാസിയായ രാഹുൽ അരമനയോട് വിവരങ്ങൾ ധരിപ്പിക്കുകയും ശേഷം പഞ്ചായത്ത് അംഗം ഷീന വർഗീസിനെയും വനംവകുപ്പ് അധികൃതരെയും വിവരം അറിയിക്കുകയുമായിരുന്നു. പീച്ചി തെക്കേക്കുളം സ്വദേശി ഏകലവ്യൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ M ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചിരുന്നു. പിന്നീട് ഞായറാഴ്ച രാവിലെ പഞ്ചായത്ത് അംഗം ഷീന വർഗീസ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ജയൻ, KS ഷിജു, ദീപു KV, അഞ്ജന, പ്രവീൺ A നായർ, ഫോറസ്റ്റ് ഡ്രൈവർ KS അനിൽകുമാർ എന്നിവരടങ്ങുന്ന സംഘം പുലിയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് കാൽപ്പാടുകൾ തേടിയിറങ്ങി. എന്നാൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പീച്ചിയിൽ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം ഉള്ളതായി പറയപ്പെടുന്നുണ്ട്. നിലവിൽ കടുവയെ കണ്ടു എന്നുള്ളത് തള്ളിക്കളയാനാകില്ല. ക്രിസ്മസിന്റെ അന്ന് രാത്രി ഒരു 11 മണി നേരമായപ്പോൾ പള്ളിയിൽ കാർണിവൽ ഉണ്ടായിരുന്നു. അതിന്റെ ഉദ്ഘാടനവും ചടങ്ങുകൾ കഴിഞ്ഞ് പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഒരു +1 പ്രായമാകാറായ ഒരു കുട്ടി ഇതിലെ കടന്നു വരികയായിരുന്നു. ആ സമയത്ത് ഇവിടെ ലൈറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടി ഇവിടെ എത്തിയപ്പോൾ ഫോണുമേ നോക്കിയോണ്ട് വന്നേ. പെട്ടെന്ന് ഇവിടെ തൊട്ടടുത്തുള്ള രണ്ടാമത്തെ റബ്ബറിന്റെ ചോട്ടിൽ ഒരു പ്രത്യേക സൗണ്ട് കേട്ടു. കുട്ടി നോക്കിയപ്പോൾ പുലി നിൽക്കണ പോലെയാണ് കുട്ടിക്ക് തോന്നിയത്. അങ്ങനെ തന്നെ പേടിച്ച് പയ്യുന്ന ആൾ അങ്ങോട്ട് ഓടിപ്പോയി. ആ സമയത്ത് ഈ സാധനം അങ്ങനെയാണ് ഈ റബ്ബർ തോട്ടത്തിലേക്ക് ഓടിപ്പോയി എന്നാ പറഞ്ഞേ. പിന്നെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നമുക്ക് ജണ്ടമുക്കിലായാലും പൊടിപ്പാറയായാലും പുലി ഇറങ്ങിയിട്ടുണ്ട്. ആനകൾ എപ്പോഴും ശല്യമുള്ള കാരണത്താലെ നമുക്കിതിനങ്ങനെ പ്രത്യേകിച്ച് തള്ളി കളയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പൊ നമ്മൾ ഫോറസ്റ്റ് വിവരം പറഞ്ഞു. ഇന്നലെ രാത്രി തന്നെ സാറ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വന്നു. പിന്നെ ഇന്നിപ്പോ ബാക്കി സാർമാരൊക്കെ വന്നിട്ട് അവരത് നിരീക്ഷിക്കുന്നുണ്ട്. നമുക്ക് എന്താന്ന് വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അത് അന്വേഷിക്കുന്നുണ്ട്. കുട്ടി പറഞ്ഞ് അടയാളം വെച്ച് നോക്കുമ്പോൾ കടുവയാവാനാണ് സാധ്യത. അപ്പോ അതെന്താന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല, കണ്ടിട്ടില്ല. എന്തായാലും എന്തോ വന്നിട്ടുണ്ട്. അങ്ങനെ അവസ്ഥയിൽ നിൽക്കുന്നു. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ?
മെഡിസിൻ അല്ല. റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. പുത്തൂർ പള്ളിക്ക് സമീപം നടക്കുന്ന റോഡ് വികസനം നിബന്ധനകൾ ലംഘിച്ചുകൊണ്ടാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. റോഡരികിലെ കാന നിർമ്മാണം നേരത്തെ ഉണ്ടാക്കിയ ധാരണകൾക്ക് വിപരീതമായി കരാറുകാരൻ അയാൾക്ക് ഇഷ്ടമുള്ള പോലെയാണ് നടത്തുന്നത്. അതുമൂലം വീടുകളുടെ ഉള്ളിലേക്ക് കയറിയാണ് ഇപ്പോൾ കാന നിർമ്മാണം നടത്തുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നാണ് പരാതി. ആ ചുള്ളിക്കാട്ടിൽ ഹണിയുടെ വീടിൻ്റെ അവിടുത്തെ കുറ്റിയുടെ അളവിൻ്റെ അവിടുന്ന് സ്കൂളിൻ്റെ കുറ്റിയിൽ നിന്ന് 14 മീറ്ററാണ് അളവ് വെച്ചിട്ടുള്ളത്. 15 മീറ്ററാണ് നമുക്ക് വേണ്ടത്. അത് 14 മീറ്റർ ഉള്ളൂ. പിന്നെ സ്കൂളിൻ്റെ മുമ്പിൽ പച്ചക്കറി കടയിൽ അവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ പ്ലാറ്റ്ഫോം ഇട്ടിട്ടുള്ളത് 1.5 മീറ്റർ ചാലടക്കം. ഇവിടെ പടിക്കുളം ബിനുവിൻ്റെ വീടിൻ്റെ മുൻവശം ആയിട്ട് ചെയ്യുമ്പോൾ പണിക്കശ്ശേരി വാസുവിൻ്റെ വീടിൻ്റെ മുമ്പിലും 3 മീറ്ററോളം ഇവിടെ പ്ലാറ്റ്ഫോം കാണുന്നുണ്ട്. അപ്പോൾ റോഡ് ചുരുങ്ങിക്കൊണ്ടാണ് കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ പള്ളിയുടെ മൂലയിൽ പുറമ്പോക്ക് ഭൂമി എടുക്കാത്തതുകൊണ്ടും അവിടുത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന ചാലുകളും പോസ്റ്റുകളും തമ്മിൽ കൂട്ടിമുട്ടണമെന്ന് ഇപ്പോൾ അവിടുത്തെ സ്ലാഗ് മുതൽ പൊളിച്ചിട്ടില്ല. അപ്പോൾ അവിടെ പൊളിച്ച് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ അവിടെ കൂട്ടിമുട്ടാനായിട്ട് യാതൊരു രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ കാണുന്നില്ല. വീടിൻ്റെ മോളിൽ കൂടെ ആയിരിക്കും അതിൻ്റെ കമ്പി ഫുള്ള് പോവുക. പിന്നെ അതേപോലെ തന്നെ പച്ചക്കറികളുടെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ 15 മീറ്ററാണ് ശരിക്കും അളവ് വേണ്ടത്. അതിന് 16-20 എൻ്റെ അവിടെ അളവ് വെച്ചിട്ടുള്ളത്. ഇത് മുൻകൂട്ടി ഉപ്പാട് ജോണി ചെറിയത്തി എടുത്തിട്ടുള്ള അളവിൻ്റെ അവിടെ നിന്ന് നേർപ്പകുതി റോഡിനെ മുറിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് തുല്യത പാലിക്കാൻ വന്നിട്ട് ആ പാലിച്ചില്ല. 8 മീറ്റർ റോഡിലോടത്ത് 3.5 മീറ്റർ വരികയാണെങ്കിൽ എൻ്റെ പോർച്ചിൻ്റെ ആ സൈഡ് ഭാഗത്തോടു കൂടി മാത്രമാണ് ഡ്രസ്സ് മാത്രമേ പോവുകയുള്ളൂ. ഇപ്പോൾ കടയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് ക്രോസ് ചെയ്തുകൊണ്ട് റോഡിനെ വളച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ ഞങ്ങൾ ശക്തമായി സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളതും ഇവിടെ ഹൈക്കോടതിയിൽ അവർ ഡിസ്പോസ് ആക്കി ഞങ്ങളുടെ ഇത് പൊളിക്കാനായിട്ട് വരികയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ശുദ്ധമായിട്ടുള്ള കള്ളത്തരത്തിലൂടെയാണ് ഇപ്പോൾ ഇവിടുത്തെ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികളുടെ താല്പര്യം അനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊണ്ടാണ് പാമ്പ് അരമണിക്ക് പോലെയാണ് റോഡിൻ്റെ ഗതി. പുത്തൂർ പാലത്തിൻ്റെ സ്ഥിതിയും അങ്ങനെ തന്നെ. അതേപോലെ തന്നെ പള്ളിയുടെ അവിടുത്തെ കൊടുമ്പളവ് ഏറ്റവും കൂടുതൽ അപകടം നടക്കാൻ സംഭവിക്കുന്ന സ്ഥലമാണ് പുത്തൂർ പള്ളിയുടെ വളവ്. ഒരു പുറമ്പോക്ക് പോലും തൊടാതെ കൊണ്ടാണ് ഇപ്പോൾ റോഡ് നിർമ്മാണം. എല്ലാ പുറമ്പോക്കും എടുത്തു എന്നാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. ഭൂമി ഇപ്പോഴും പുറമ്പോക്ക് അവരുടെ കയ്യിൽ തന്നെ പ്രോപ്പർട്ടി ആയിട്ട് കിടക്കുന്നത്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് ഭരണം, കോൺഗ്രസ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റുമായി ഭരണം തിരിച്ചുപിടിച്ച് കോൺഗ്രസിന്റെ പ്രസിഡന്റായി മീനു ടീച്ചറും വൈസ് പ്രസിഡന്റായി KP ചാക്കോച്ചനും തെരഞ്ഞെടുക്കപ്പെട്ടു സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കോൺഗ്രസ് ഭരണം ആരംഭിച്ചു. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ നിന്നും പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ത്രിവർണ്ണ ഹാരമണിയിച്ച് പട്ടിക്കാട് സെന്റർ വരെ പ്രകടനം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ KC അഭിലാഷ് എന്നിവർ ഹാരമണിയിച്ചു. നമുക്കറിയാം,
വൈവിധ്യമാർന്ന ഒരു പഞ്ചായത്താണ് പാണഞ്ചേരി എന്ന് പറയുന്നത്. റിസർവോയറുള്ള, വനപ്രദേശങ്ങളുള്ള, ഗ്രാമങ്ങളുള്ള, കാർഷിക മേഖലയുള്ള, നഗര സദൃശ്യമായ പ്രദേശങ്ങളുള്ള ഒരു വൈവിധ്യമാർന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഏറ്റവും നന്നായ ആസൂത്രണത്തിലൂടെ ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും വിവിധ ഫണ്ടുകൾ കണ്ടെത്തിക്കൊണ്ട്, സർക്കാരിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട്, ആ ഫണ്ടുകളെയും ഉപയോഗ്യമാക്കിക്കൊണ്ട് നമ്മുടെ പ്രദേശത്ത് പ്രമുഖ നേതാക്കളെ ഇന്നിവിടെ നമുക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം 10 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന അതിവേദനകളെ മാറ്റപ്പെട്ട് ഒരു നല്ല ഒരു ദിവസമാണ് നമ്മുടെ മുന്നിൽ കടന്നു വന്നത്. ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ ആ ഒത്തൊരുമിച്ചുള്ള സ്നേഹവും ആ ഐക്യവും തുടർന്നും ഉണ്ടാകണം. ഇനി വരുന്ന കാലങ്ങളിലും നമ്മൾ ഒരുമിച്ച് നിന്ന് എല്ലാ വർഷങ്ങളും, ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ നമ്മൾ തന്നെ ഭരിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യണം. ഈ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ വോട്ടർമാർക്കും, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആൾക്കാർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച ടീച്ചർ പറഞ്ഞു, ഒട്ടനവധി ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അതുപോലെ തന്നെ തിക്താനുഭവങ്ങളും തരണം ചെയ്തുകൊണ്ട് ഇന്ന് 10 വർഷത്തിന് ശേഷം UDF പാണഞ്ചേരി പഞ്ചായത്ത് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച, അഹോരാത്രം പ്രവർത്തിച്ച കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ പ്രിയ വോട്ടർമാർക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട UDFൻ്റെ പഞ്ചായത്ത് അംഗങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈ സ്നേഹത്തിൻ്റെ ആദരവിന് തിരിച്ചും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഫാദർ റിജോൺ കോലിയുടെ തിരുപ്പട്ട സ്വീകരണവും പ്രഥമ ദിവ്യബലി അർപ്പണവും നടന്നു. 27 ശനിയാഴ്ച ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നടന്ന തിരുപ്പട്ട ശുശ്രൂഷ ചടങ്ങിൽ 9 വൈദികർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു. CMI കോയമ്പത്തൂർ പ്രൊവിൻഷ്യൽ ഫാദർ ഷാജു ചക്കാലക്കൽ, നിരവധി പുരോഹിതർ, സന്യസ്തർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പാരിഷ് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങുകൾ വികാരി ജനറൽ ഫാദർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡേവിസ് ചിറമൽ അധ്യക്ഷത വഹിച്ചു. ആന്റോവി മാത്യു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫാദർ ഷാജു ചക്കാലക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് വികാരി ഫാദർ നിബിൻ പൊന്നാരി, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, കൗൺസിലർ സിൻറ്റോമോൾ, ഹോളി ഫാമിലി മദർ ജനറൽ ഷാലി കുര്യാക്കോസ്, സിസ്റ്റർ റീറ്റ, BD ജോർജ്, നോബി മേനാച്ചേരി, ജോസ് നെല്ലങ്കര, പിയൂസ് ചാലിശ്ശേരി, ലിയോ ആലപ്പാട്ട്, ടോമി എടമറ്റത്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നോടെ ചടങ്ങുകൾ സമാപിച്ചു. ലച്ച, വികാരി ഡേവിസ് ചെറമലച്ച, നിതിനച്ച, ജനറലമ്മേ, അതുപോലെ പ്രൊവിൻഷ്യലമ്മേ, മറ്റ് വേദിയിലിരിക്കുന്ന സ്നേഹിതരെ, ഈ സാധാരണ ഞങ്ങൾ ഈ സെമിനാറിലൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഫീസ്റ്റൊക്കെ ആഘോഷിക്കണം, ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ കുറേ നല്ല കാര്യങ്ങൾ പറയും. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിൽ അതിൻ്റെ സിമ്പിളായിട്ട് ഇങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാറുണ്ട്, ഇതൊക്കെ പ്രതീക്ഷകളാണ് നിന്നെക്കുറിച്ചുള്ളത്, ഇതായിത്തീരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ആശംസ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷകളാണിത്, ഇതിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്നേഹമുള്ളവരെ, ഒരു 2 മിനിറ്റ് ഞാൻ എടുക്കുകയാണ്. കാരണം എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഇന്ന് ബൈബിളെ ഹോമിലി നൽകിയത് ഞാനല്ല, റച്ചന. ദൈവവിളിയെക്കുറിച്ച് ചെറിയ ഒരു കാര്യം പറയുകയാണ്. പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ എല്ലാ ദിവസവും സെമിനാരിൽ വന്ന ശേഷം ഏകദേശം 10 വർഷത്തോളം വീട്ടിലുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ പോയിരിക്കും. പരിശുദ്ധ കുർബാനയിൽ ഈശോ അനുഭവിക്കുന്ന, ഞാൻ ഒരിക്കലും തിരിച്ച് സെമിനാരിലോട്ട് പോകില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് ഈശോ അനുഭവിക്കുന്ന, വിശുദ്ധ കുർബാനയിൽ ഈശോ അനുഭവിക്കുന്ന സങ്കടങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ തിരിച്ച് വീണ്ടും ഈശോയ്ക്ക് വേണ്ടി ജീവിതം പൂർണ്ണമായിട്ട് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നെ സ്പർശിച്ച ഒരു കാര്യം ഇങ്ങനെയാണ്.
ഒരിക്കൽ പുത്തമ്പള്ളിയിൽ ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഒരു അച്ഛൻ, പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, നമ്മുടെ രൂപത്തിലുള്ളതല്ല, അച്ഛൻ വന്നിട്ട് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും വേദനകളൊക്കെ ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കേൾക്കാത്തൊരു സ്വരം, ഞാൻ വിശ്വസിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്വരം എന്നാണ്. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്. ഈശോയും പരിശുദ്ധാത്മാവൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയാൻ പറ്റും, പക്ഷേ പിതാവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് സാധാരണ സാധിക്കാറില്ല. ചോദിച്ച ചോദ്യം ഇതാണ്: എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന, എൻ്റെ പുത്രൻ്റെ ചങ്കോട് ചേർന്നാണ് നീ ജീവിക്കുന്നതെന്ന് പറയുന്ന, പരിശുദ്ധാത്മാവിനെ എപ്പോഴും കൂട്ടുവേണമെന്ന് പറയുന്ന ഞാൻ എൻ്റെ പുത്രൻ്റെ ശരീരരക്തങ്ങൾ അവൻ്റെ അൽത്താരയിൽ നീ എടുത്തുയർത്തണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അതായിരുന്നു എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ദൈവവിളി. ഞാൻ ആഗ്രഹിച്ച് അങ്ങനെയൊക്കെ പരിശുദ്ധ കുർബാന സങ്കടങ്ങളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് തീരുമാനം എടുക്കണോ വേണ്ടിയോ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഈ ചോദ്യം എന്നെ ആഴത്തിൽ സ്പർശിച്ചതാണ്. അതിനെനിക്ക് മറുപടി പറയാനായിട്ട് ഒന്നും ഉണ്ടായില്ല. പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ ഇതാ അപ്പ അവിടുത്തെ ദാസൻ എന്ന് മാത്രമേ മറുപടി ഉണ്ടായുള്ളൂ. ഇതാണ് എൻ്റെ ദൈവവിളിയുടെ രണ്ടാമത്തെ അനുഭവത്തിലേക്ക് എന്നെ നയിച്ച ഏറ്റവും ആഴത്തിൽ എന്നെ സ്പർശിച്ച ഒരു ചോദ്യം. അതിനോട് ചേർന്ന് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കിട്ടുന്നില്ല. ഇതാണ് ഒരു വൈദികനായി തീരണമെന്ന് ആഗ്രഹിച്ചത്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിലും നമ്മൾ ചിന്തിക്കുന്നതിലും അധികം ഈശോ വേദനിക്കുന്നുണ്ട്. കാരണം ആ വേദനയുടെ ആഴം എന്ന് പറയുന്നത് ശത്രുവല്ല എന്നെ നിന്ദിച്ചത്, ദൈവത്തിൻ്റെ സ്വന്തം എന്ന് പറയുന്ന, ദൈവത്തെ ഹൃദയത്തിലും മനസ്സിലും സംഭവിക്കുന്ന, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മൾ അറിയാതെ കൊടുക്കുന്ന, അറിഞ്ഞും അറിയാതെയും കൊടുക്കുന്ന സങ്കടങ്ങൾ, അത് ഈശോയ്ക്ക് ഒരു മാരകമായ പ്രഹരത്തേക്കാൾ വലുതാണ്. ഈശോ എന്നോട് ഒരിക്കലും പറഞ്ഞത് എങ്ങനെയാണ്? അതിൻ്റെ ആഴം ഒരു സെക്കൻഡെങ്കിലും നീ അനുഭവിച്ചാൽ നീ അവിടെ വീണ് മരിച്ചു പോകുമെന്ന്. അപ്പോൾ ആ സങ്കടം ഒരു പരിഹാരമായിട്ട് ക്രിസ്തുവിനെ ചങ്കോട് ചേർത്ത്, ക്രിസ്തുവിൻ്റെ ചങ്കോട് ചേർന്നിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇനി പൗരോഹിത്യത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചത്. അത് ദൈവം തന്ന മഹത്തായ ദാന, എൻ്റെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ടൊന്നല്ല, ദൈവത്തിൻ്റെ അനന്തമായ കരുണ, അനന്തമായ സ്നേഹം നമ്മുടെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് ദൈവം തന്ന സമ്മാനമാണ് എൻ്റെ പൗരോഹിത്യം. ഇത് എനിക്ക് സ്വന്തമായിട്ട് അഭിമാനിക്കാനുള്ളതല്ല, ഇത് ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെയും, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 യോഹന്നാൻ 3:1 പറയുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല മർത്തരെയും ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് സേവനം ചെയ്യാനും ശുശ്രൂഷ ചെയ്യുവാനുമാണ് ഈ പൗരോഹിത്യം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്നേഹപൂർവ്വം എന്നെ ഓർക്കണമേ എന്ന് വിനീതമായിട്ട് യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിച്ചവർക്കും വന്നവർക്കും ഇവിടെ വരാതെ വീട്ടിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. സ്ത്രീ സുരക്ഷ ലക്ഷ്യം വെച്ച് തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്വയം പ്രതിരോധ പരിശീലനം സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ നിന്നും തൃശൂർ റൂറൽ പോലീസ് ജില്ലയ്ക്ക് അനുവദിച്ച തുക വിനിയോഗിച്ചാണ് 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. തൃശൂർ റൂറൽ ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലുമായി വിദ്യാർത്ഥിനികൾക്കായി സ്വയം പ്രതിരോധ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ നിന്നും തൃശൂർ റൂറൽ പോലീസ് ജില്ലയ്ക്ക് അനുവദിച്ച തുക വിനിയോഗിച്ചാണ് ജില്ലയിലെ 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി ഈ പരിശീലന പരിപാടി നടപ്പിലാക്കിയത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം അവരിൽ ആത്മവിശ്വാസം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ഡീക്കൻ ചെറിയാൻ മച്ചിങ്ങലിന്റെ പൗരോഹിത്യ സ്വീകരണം മുല്ലക്കര ഇൻഫന്റ് ജീസസ് പള്ളിയിൽ മാർ തോമസ് എലവനാൽ പിതാവിന്റെ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് പ്രഥമ ദിവ്യബലി അർപ്പണവുമുണ്ടായി. മാർ തോമസ് എലവനാൽ, ഡീക്കൻ ചെറിയാൻ ഡിജോ മച്ചിങ്ങൽ എന്നിവർ ഘോഷയാത്രയായി പള്ളിയിലേക്ക് വരവേറ്റ ശേഷമായിരുന്നു പൗരോഹിത്യ സ്വീകരണ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് സ്നേഹവിരുന്നോടെ ചടങ്ങുകൾ സമാപിച്ചു. അവൻ പറഞ്ഞു, എന്റെ കുഞ്ഞാറിലേക്ക് ഒരു 3-ാം പ്രാവശ്യം അവനോട് ചോദിച്ചു, യോഹന്നാൻ സമയത്ത് നീ എന്നെ സ്നേഹിക്കുമോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു,
കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വിളിക്കുവാനും ആശീർവദിക്കുവാനും ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിച്ച് അവരെ ദിവ്യബോധനം കൊണ്ട് പോറ്റുവാനും അധികാരവും കൃപയും ലഭിക്കുന്നു എന്ന് കാണിക്കുവാനാണ്. ഈ ദിവ്യകർമ്മം നിർവഹിക്കുവാൻ അഭിവന്ദ്യ പിതാവിനെ ശക്തിപ്പെടുത്തണമേ എന്ന് ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ പിതാവായ ദൈവത്തിന്റെ സമൃദ്ധിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ എപ്പോഴും നമ്മോട് ഉണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഇപ്പോഴും എപ്പോഴും അഭിവന്ദ്യ പിതാവ് ധരിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടും കൂടി സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുകയും ഈ മഹാദാനം സ്വീകരിച്ച വ്യക്തിയിൽ ദൈവാനുഗ്രഹം നിരന്തരമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയുമാണ്. നീയും പ്രകടമാക്കുവാൻ നവവൈദികൻ അഭിവന്ദ്യ പിതാവിന് കത്തിച്ച തിരി നൽകുന്നു. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി സ്വയം കത്തിയെറിഞ്ഞ് ചുറ്റും പ്രകാശം പരത്തുന്ന ഒരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ. മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ഫോൺ 7306743585. വീണ്ടും വാർത്തകളിലേക്ക്. ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കും നവവത്സര ആശംസാ കാർഡുകൾ അയച്ച് NSS വളണ്ടിയർമാർ. പ്രൊഫസർ ജോസഫ് മണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിലാണ് നൂതനമായ ഈ ആശയം മുന്നോട്ട് വെച്ച് നാട്ടിക ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS കുട്ടികൾ രംഗത്തെത്തിയത്. വിദ്യാർത്ഥികളിലെ സാമൂഹ്യ ബോധ നിർമ്മാണത്തിനു വേണ്ട കർമ്മ പദ്ധതികൾ എന്ന വിഷയത്തെ അധികരിച്ച് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും NCC മേജറുമായ PJ സ്റ്റൈജു ആണ് സെമിനാറിന് നേതൃത്വം നൽകിയത്. സ്കൂൾ പ്രിൻസിപ്പാൾ ഷാജറത്ത് SN അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രാഖി MA, അധ്യാപകരായ രാജ ഷീബ, അലീദ K എന്നിവർ അനുബന്ധ പ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFിലെ ലീഗ് സ്വതന്ത്രൻ LDFിന് വോട്ട് ചെയ്തു. LDF വിജയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 141ാം സ്ഥാപക ദിനം കരിമത്ര കോൺഗ്രസ് കമ്മിറ്റി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മാടക്കത്തറ കിഴക്കുമുറി കർമ്മ സ്വയം സഹായ സംഘം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ഉദ്ഘാടനം ചെയ്തു. പീച്ചി അമ്പലക്കുന്ന് പ്രദേശത്ത് കടുവയെ കണ്ടതായി ഏകലവൻ എന്ന യുവാവ്. വനപാലകർ സ്ഥലത്ത് അന്വേഷണം നടത്തി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.